നമസ്കാരം നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ ഏറ്റവും അധികം വീഡിയോസ് ചെയ്തിരിക്കുന്നത് പേപ്പർ ക്യാരി ബാഗ് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, വീട്ടിലിരുന്നുകൊണ്ട് മുതൽ മുടക്കില്ലാതെയും വളരെ ചെറിയ മുതൽ മുടക്കിലൂടെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പേപ്പർ ക്യാരി ബാഗ് ബിസിനസ്സിനെ കുറിച്ച് ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. കാരണം ഈയിടെയായി കൂടുതൽ കോൾസും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നോൺ വുവൻ ക്യാരി ബാഗുകളുടെ ബിസിനസ് സാധ്യതകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് വളരെയധികം കോൾസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനും കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നോൺ വുവൻ ക്യാരി ബാഗുകളുടെ നിരോധനം കോടതി റദ്ദ് ചെയ്തു എന്നുള്ളൊരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് റദ്ദ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ നിരോധനം പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് പുനർവിചിന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ നിരോധന ലിസ്റ്റിൽ നോൺ വുവൻ ക്യാരി ബാഗുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം വിദഗ്ധ സമിതി പരിശോധിച്ച് പ്ലാസ്റ്റിക്കിനെ പോലെ തന്നെ ദോഷകരമായ ഒരു പ്രോഡക്റ്റാണ് നോൺ വുവനും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ മാത്രമാണോ നിരോധിച്ചിട്ടുള്ളത്? അല്ല, ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിരോധനത്തിന്റെ ലിസ്റ്റിൽ പെടുന്നുണ്ട്. പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ്, പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോ, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ഈവൻ തെർമോക്കോൾ പോലും. ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ബൈ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പേപ്പർ കപ്പും പേപ്പർ ഗ്ലാസും ഒക്കെ എങ്ങനെയാണ് പ്ലാസ്റ്റിക്കിന്റെ ബൈ പ്രോഡക്റ്റ് ആണോ, പേപ്പർ അല്ലേ എന്ന്? ആ പേപ്പറിന്റെ മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗശേഷം വലിച്ചെറിയുമ്പോൾ ഇത് പ്രകൃതിയിൽ അലിഞ്ഞു പോവില്ല, മണ്ണിൽ അലിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് അതും നിരോധനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ലാമിനേറ്റഡ് പേപ്പർ ക്യാരി ബാഗുകൾ പോലും നിരോധിച്ചിട്ടുണ്ട്. ലാമിനേറ്റഡ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് വരുന്ന പേപ്പർ ക്യാരി ബാഗുകളും നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുമ്പ് കുറേ തവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക്, വ്യാപാരികൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ നോൺ വുവൻ ക്യാരി ബാഗുകൾ എന്ന് പറയുന്ന സാധനം. നോൺ വുവൻ മെറ്റീരിയൽ എന്നുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യം. പ്ലാസ്റ്റിക്കിനേക്കാൾ അധികം ഒരുപക്ഷെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നൊരു സാധനമാണിത്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഇത് കോറത്തുണി എന്നുള്ള പേരിൽ പോലും വിപണിയിൽ കൊണ്ടുവരുന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. ബൾക്കായിട്ട് ഇത് കൊണ്ടുവന്ന് കടകളിലേക്ക് ഡംപ് ചെയ്യുന്ന ഒരവസ്ഥ വരെയുണ്ട്. അത് പല രൂപത്തിൽ ഇപ്പം മേക്കപ്പ് ചെയ്ത് പല കളറിലുള്ള പെയിൻ്റ് അടിച്ച് പല രീതിയിൽ ഇതിൻ്റെ രൂപമൊക്കെ മാറ്റി അങ്ങ് കൊണ്ടുവന്ന് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവരിത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ കൂടുതലും കണ്ടുവരുന്നതും ഇത് തന്നെയാണ്, നോൺ വുവൻ ക്യാരി ബാഗ്. അപ്പോൾ ആ ഷോപ്പിലുള്ള ആളുകളെ പോലും ഇവർ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിക് അല്ല, തുണിയാണെന്നാണ്, തുണിയുടെ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളെ, ഈ ഒരു മെറ്റീരിയൽ വ്യാപകമാക്കുന്ന വ്യക്തികളെ സാമൂഹിക ദ്രോഹികൾ എന്ന് തന്നെ വിളിക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത്, നോൺ വുവൻ ക്യാരി ബാഗുകൾ എന്നത് നാളെയുടെ ബിസിനസ് അല്ല, ഇന്നിൻ്റെ ബിസിനസ് ആയിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും നാളെ ഒരു ദിവസം അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് നിരോധിക്കപ്പെടും. എന്നിരുന്നാലും പേപ്പർ ക്യാരി ബാഗിൻ്റെ ഉൽപ്പാദനത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. നല്ല രീതിയിലുള്ള വിപണനം പേപ്പർ ക്യാരി ബാഗ്സിന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സർവേകൾ പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ അധികം ആൾക്കാരൊന്നും ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി പുറം രാജ്യങ്ങളിലുള്ളവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെയാണ് ഇപ്പോൾ കൂടുതലും ഓർഡേഴ്സ് വരുന്നത്. പേപ്പർ ക്യാരി ബാഗുകളുടെ ഉൽപ്പാദനവും വിപണനവും വിപുലീകരിക്കാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പേപ്പർ മില്ല് പോലും തുടങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും നമ്മൾ മലയാളികൾക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന നോൺ വുവൻ ക്യാരി ബാഗ് ഒക്കെ മതി എന്നുള്ള ചിന്തയാണ്. ഈ കോലാഹലങ്ങൾക്കൊക്കെ ഇടയിലും പേപ്പർ ക്യാരി ബാഗിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ അതിന് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുമുണ്ട്. ഈ കഴിഞ്ഞ ഇടയിൽ പോലും ഇസാഫ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ 2-3 ട്രെയിനിങ് നമ്മൾ ചെയ്തു. 100-ലധികം ആൾക്കാർ ഓരോ ട്രെയിനിങ്ങിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലേക്കും പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ 300-ലധികം ആളുകളുണ്ട്. അത് ബിസിനസ് ചെയ്യണം എന്ന് നല്ല രീതിയിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവർ, ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നവർ എല്ലാവരും ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ അവർക്ക് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതൊരു ബിസിനസ്സും പോലെ തന്നെ പേപ്പർ ക്യാരി ബാഗ് ബിസിനസ്സിന് തുടങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം, അതുപോലെ മാർക്കറ്റ് ചെയ്യണം. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് പല ബിസിനസ്സുകളും വിജയിക്കാതെ പോകുന്നത്. പേപ്പർ ക്യാരി ബാഗ് ബിസിനസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നാളെ തന്നെ ഓടിപ്പോയി കുറേ മെഷീനറീസ് ഒക്കെ വാങ്ങിച്ച് യാതൊരു കാൽക്കുലേഷൻസും ഇല്ലാതെ ഈ ബിസിനസ് ചെയ്യാനായിട്ട് തയ്യാറാവരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പേപ്പർ ക്യാരി ബാഗ് മേക്കിങ്ങിനെന്ന് പറയുന്ന മെഷീൻസ് പലതും അനാവശ്യമായിട്ടുള്ള മെഷീൻസാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിൽ നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു ഫീസ് വാങ്ങിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കതിൽ തുടർന്നുകൊണ്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിസിനസ് തുടങ്ങിയതിന് ശേഷവും പിന്നീടുള്ള സപ്പോർട്ടുകൾക്കൊക്കെ നമ്മളുണ്ട് കൂടെ. അപ്പോൾ നക്ഷത്രയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, വിളിച്ചാൽ മതി. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇനി ആർക്കെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അതിനും തീർച്ചയായിട്ടും വിളിച്ചോളൂ, ഡീറ്റെയിൽസ് പറയാം. ഒന്നോർക്കുക, പേപ്പർ ക്യാരി ബാഗ് ബിസിനസ് എന്ന് പറയുന്നത് ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത് സ്റ്റാർട്ട് ചെയ്താൽ നാളെ നിങ്ങൾക്ക് നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്ന വീഡിയോസ് കാണാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.